നേപ്പാളിലെ പ്രശസ്തമായൊരു ടെമ്പിളാണ് സ്വയംഭൂ ടെമ്പിൾ. അപ്പോൾ നമ്മളവിടെ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ലാലേട്ടൻ്റെ യോധ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത ആ ഒരു സ്ഥലം, ലൊക്കേഷന് ഇവിടെയൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മുടെ വണ്ടി അത് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും മുകളിലേക്ക് കയറാം കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് സ്റ്റെപ്പ് കയറണം കേട്ടോ, അങ്ങ് മുകളിൽ വരെ എത്തണം നമ്മൾ. സൈഡൊക്കെ വഴിയോര കച്ചവടക്കാരൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. സ്വയംഭൂ ടെമ്പിൾ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഈ ടെമ്പിൾ കണ്ടാൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, നമ്മുടെ യോധ സിനിമയിലെ ലാലേട്ടനൊക്കെ ഇരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ യോധ സിനിമ ഷൂട്ട് ചെയ്ത് ഇവിടെയൊക്കെയാണ്, നേപ്പാളിലെ ഈ ഒരു ഏരിയകളൊക്കെയാണ് യോധ ഷൂട്ട് ചെയ്തത്. ബുദ്ധക്ഷേത്രമാണ്. അപ്പോൾ നമുക്ക് കുറേ കാഴ്ചകൾ കാണാനുണ്ട്. ഏതായാലും ഇവിടേക്ക് എത്തിപ്പെടാൻ സാധിച്ചൊരു ഭാഗ്യം, എൻ്റെ വണ്ടി താഴെ നിർത്തിയിട്ടുണ്ട്. കാഠ്മണ്ഡു ടൗണിനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ സ്വയംഭൂ ടെമ്പിൾ ഉള്ളത് കേട്ടോ. ശരിക്കും കാഠ്മണ്ഡു ടൗണിൽ നിന്നൊരു 3-4 കിലോമീറ്റർ അത്രേ വരുന്നുള്ളൂ. കാഠ്മണ്ഡു പറഞ്ഞ നേപ്പാളിൽ വലിയൊരു സിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ ഒരു ടെമ്പിൾ ഉള്ളത് കേട്ടോ. നിങ്ങൾ ഈ സ്ഥലമൊക്കെ കാണുമ്പോൾ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ട് നിങ്ങൾക്ക്? ഇവിടെയൊക്കെ യോധ ഷൂട്ട് ചെയ്തതാണ്. ഇപ്പോൾ സിനിമയിൽ ഇതുപോലുള്ള പല സ്ഥലങ്ങളും ലൊക്കേഷൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വന്നാൽ നമുക്ക് ഒരുപാട് ആളുകളെ കാണാം കേട്ടോ. പിന്നെ ശരിക്കും ഈ നേപ്പാളികളെ മാത്രമല്ല, പുറത്തുള്ള ഒരുപാട് രാജ്യക്കാരൊക്കെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. എന്തായാലും സംഗതി അടിപൊളിയാണ്. അപ്പോൾ പിന്നെ ഇവിടെയൊക്കെ വരണമെന്ന് എൻ്റെ ജീവിതത്തിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം പണ്ട് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ യോധ സിനിമ ടി വിയിലൊക്കെ വരുമ്പോൾ ഈ ഒരു സ്ഥലമൊക്കെ നേരിട്ട് കാണാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഏതായാലും ആഗ്രഹം ഇപ്പോൾ സാധിച്ചു കേട്ടോ. ടെമ്പിളിൻ്റെ മുകളിൽ നിന്ന് കാഠ്മണ്ഡു ടൗണിൻ്റെ ദൃശ്യമാണ് കേട്ടോ നമ്മൾ കാണുന്നത്.